Good morning, students. Welcome to social science class once again. Last class we have discussed the Paleolithic age and the features of Paleolithic age. Today we are going to discuss the Mesolithic age. We know that the main features of Paleolithic age, Mesolithic age and Neolithic age. In the earlier classes we have discussed. In the Paleolithic age, the main feature of their tool was they used rough stones. That's the main feature. While on the other hand, in the Mesolithic age, the people used small and sharp stones. Small and sharp stones. The tools used by the Mesolithic people were small stone tools with sharp points. Small stone tools with sharp points. That was the main feature of Mesolithic age. Mesolithic age. And we know that this period is നമ്മൾ നേരത്തെ പഠിച്ച പാലിയോലിത്തിക് പീരീഡിനെ തുടർന്ന് ഉള്ള കാലഘട്ടമാണ് ഈ മിസോലിത്തിക് പീരീഡ്. എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ മനുഷ്യന് ഉപയോഗിച്ചിരുന്ന അവരുടെ ഉപകരണങ്ങളിലുണ്ടായ മാറ്റം, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ, അവരുടെ ജീവിതോപാധികളിലുണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെയാണ്. അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ പീരീഡിൽ നിന്നും അടുത്ത പീരീഡിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ ഏജ്, അല്ലെങ്കിൽ ഓരോ പീരീഡിലും ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്ന പാലിയോലിത്തിക് ഏജിൽ നിന്നും മെസോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. എന്നുവെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വെച്ചാൽ വളരെ പരുക്കൻ ശിലകൾ ഉപയോഗിച്ചിരുന്ന പാലിയോലിത്തിക് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആ മനുഷ്യൻ, ആ ഒരു വിഭാഗം ആൾക്കാർ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവർ വളരെ ചെറിയതും അതുപോലെ ഷാർപ്പായതുമായിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി, ശിലകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മെസോലിത്തിക് ഏജിലേക്ക്. ദിസ് ഇയർ ഈസ് ഓൾസോ കോൾഡ് മൈക്രോലിത്തിക് ഏജ്. മൈക്രോലിത്തിക് ഏജ് എന്താ? മൈക്രോ, സൂക്ഷ്മം, ചെറുത് എന്തുകൊണ്ടായിരിക്കും? ഇതുകൊണ്ട് തന്നെയാണ്. ഏതുകൊണ്ട്? ദേ യൂസ്ഡ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ്. സ്മോൾ സ്റ്റോൺ ടൂൾസ്. അതുകൊണ്ട് തന്നെയാണ് ഈ പീരിയഡിനെ എന്തായിട്ട് അറിയപ്പെടുന്നത്, എന്തും കൂടി അറിയപ്പെടുന്നത് മൈക്രോലിത്തിക് ഏജ്. മെസോലിത്തിക് ഏജ് ഈസ് ഓൾസോ കോൾഡ് മൈക്രോലിത്തിക് ബിക്കോസ് ദേ യൂസ്ഡ് ഓർ ദി പീപ്പിൾ യൂസ്ഡ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ്. അതുകൊണ്ടാണ് മൈക്രോലിത്തിക് ഏജ് എന്നും കൂടി. ദിസ് ഏജ് ഈസ് ഓൾസോ കോൾഡ് മൈക്രോലിത്തിക് age. And what could have been the uses of these tools? That's given in your textbook. പല ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഷാർപ്പായതും വളരെ ചെറിയതുമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഈ ടൂൾസ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം? വൺ ഈസ് ഗിവൺ ടു ഹണ്ട് അനിമൽസ് ബൈ ഫാസ്റ്റനിങ് ടു എ പോൾ. അല്ലേ? ടു ഹണ്ട് അനിമൽസ് ബൈ ഫാസ്റ്റനിങ് ടു എ പോൾ. അല്ലേ? ഈ പറയുന്ന മരക്കമ്പുകളിലൊക്കെ കെട്ടി വേട്ടയാടാൻ വേണ്ടി അവർ ഇത്തരത്തിലുള്ള ചെറിയ ടൂൾസ് ഉപയോഗിക്കുന്നു. പിന്നെന്തൊക്കെ കാര്യങ്ങൾക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും? ടു ത്രോ ദി ഡിസ്റ്റൻ്റ് അനിമൽസ്. അല്ലേ? ടു ത്രോ ദി ഡിസ്റ്റൻ്റ് അനിമൽസ്. അല്ലേ? ദൂരെയുള്ള മൃഗങ്ങളെയൊക്കെ എറിഞ്ഞു വീഴ്ത്താൻ വേണ്ടി അവർ ഈ സ്മോൾ ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ടാവാം. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം?
to peel the skin of the 100 animals. To peel the skin of the 100 animals. അല്ലേ, ഇങ്ങനെ അവർ വേട്ടയാടിയിരുന്ന മൃഗങ്ങളുടെ തൊലി ഉരിഞ്ഞെടുക്കാൻ വേണ്ടി അവർ ഈ ചെറിയ ടൂൾസ് ഉപയോഗിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാം അല്ലേ, ഉപയോഗിച്ചിട്ടുണ്ടാകാം. എന്തൊക്കെയാണ്? ടു ഹണ്ട് ആനിമൽസ് ബൈ ഫാസ്റ്റനിങ് ടു എ പോൾ, ദെൻ ടു ത്രോ ദി ഡിസ്റ്റൻറ്റ് ടു ത്രോ അവേ ദി ഡിസ്റ്റൻറ്റ് ആനിമൽസ്, ദെൻ ടു പീൽ ദി സ്കിൻ ഓഫ് ദി 100 ആനിമൽസ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ ഹണ്ടിങ് എന്ന് പറയുന്ന പ്രക്രിയ പാലിയോലിത്തിക് ഏജിൽ നിന്ന് മിസോലിത്തിക് ഏജിലേക്ക് എത്തുമ്പോഴേക്ക് കുറച്ചും കൂടിയും എന്തായി മാറി? കുറച്ചും കൂടിയും എക്സ്റ്റെൻസീവായിട്ട് മാറി. ഹണ്ടിങ് ബിക്കെയിം എക്സ്റ്റെൻസീവ് ഇൻ ദി മിസോലിത്തിക് ഏജ്. എന്ന് വെച്ചാൽ എന്തായി? കുറച്ചുകൂടിയും വ്യാപ്തിയുള്ളതായി, അല്ലെങ്കിൽ കുറച്ചുകൂടിയും ഹണ്ടിങ് പ്രക്രിയയിൽ ഈ ആൾക്കാർ എൻഗേജ് ചെയ്യാൻ തുടങ്ങി. അതോട് കൂടിയിട്ട് എന്തായി? ചില മൃഗങ്ങൾക്കൊക്കെ എക്സ്റ്റിങ്ഷൻ സംഭവിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ചില സ്പീഷ്യസ് എന്തായി മാറി? ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ ലൈക്ക് മാമത്തുകൾ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാവുന്ന, ചിത്രത്തിൽ കാണാവുന്നത് പോലെയുള്ള മാമത്തുകളെ പോലെയുള്ള നിങ്ങൾ ഡൈനോസേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള ചില വിഭാഗം മൃഗങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാവാൻ തുടങ്ങി. ബിക്കോസ് ഓഫ് ദി എക്സ്റ്റൻഷൻ of hunting by using these small sharp tools. അപ്പോൾ എന്താ ഉണ്ടായത്? ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ചെറിയതും കൂർത്തതുമായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഹണ്ടിങ് എന്ന് പറയുന്ന പ്രക്രിയയിൽ കൂടുതൽ അവർ എൻഗേജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻഗേജ് ചെയ്തപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ദി മെനി ആനിമൽസ് ബിക്കെയിം extinct. As a part of the extension of this hunting, many animals became extinct means എന്തായി മാറി? വംശനാശം സംഭവിക്കാൻ തുടങ്ങി ചില ജീവജാലങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ മാമത്സ് is one of the most important, one of the best example for extinction of that period. And അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഈ പറയുന്ന ഈ ഹണ്ടിങ് കൂടുതൽ എക്സ്റ്റെൻസീവായി. മാത്രമല്ല ആസ് എ പാർട്ട് ഓഫ് ദി ഈ പറഞ്ഞ ഹണ്ടിങ് വ്യാപകമായതോട് കൂടിയിട്ട് എന്തായി? ചില ജീവജാലങ്ങൾക്ക് വംശനാശം സംഭവിക്കാൻ തുടങ്ങി അല്ലേ. ആസ് എ റിസൾട്ട് ഓഫ് ദി എക്സ്റ്റെൻസീവ് ഹണ്ടിങ് മെനി ആനിമൽസ് ബിക്കെയിം എക്സ്റ്റിങ്ക്റ്റ് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായിപ്പോയി. ആൻഡ് here is some of the most important features of this Mesolithic period. Here one is they domesticated dogs. എന്ന് വെച്ചാൽ എന്തായി? അവർ ഈ പട്ടികളെ അല്ലേ, പട്ടികൾ എന്നൊക്കെ പറയില്ലേ, അതിനെ ഇണക്കി വളർത്താൻ തുടങ്ങി ഈ കാലഘട്ടത്തിൽ. എന്തിനായിരിക്കും? ഫോർ ഹണ്ടിങ് അല്ലേ, ഒക്കെ ആയിരിക്കാം. അവരുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ് ആൻഡ് ദേ ബിഗാൻ ടു എക്സ്ചേഞ്ച് ഫുഡ്, ടൂൾസ്, ഓർണമെന്റ്സ് എക്സെട്ര. അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലാത്ത ആൾക്കാർക്ക് എന്താ? ദേ ബിഗാൻ ടു എക്സ്ചേഞ്ച് ഫുഡ് അല്ലേ. അവർ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് തുടങ്ങി. ദേ ബിഗാൻ ടു എക്സ്ചേഞ്ച് ടൂൾസ്, they began to exchange ornaments etc. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാണ്. വൺ ഓഫ് ദി പ്രോഗ്രസ് ഓഫ് ഹ്യൂമൻ ബീയിങ് അല്ലേ, എന്താ പറയുക, മനുഷ്യനുണ്ടായ ഒരു പ്രധാനപ്പെട്ട അവരുണ്ടായത് ഒരു പുരോഗതിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ലൈക്ക് ഫുഡ്, അതുപോലെ ലൈക്ക് ഓർണമെന്റ്സ്, ഇതൊക്കെ they began to exchange. Then logs were tied together and used for navigation. Logs were tied together and used for navigation അല്ലേ. ഇതിന് വേണ്ടിയിട്ട്, ജലഗതാഗതത്തിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? ഈ തടിക്കഷ്ണങ്ങളൊക്കെ കൂട്ടിക്കെട്ടി ജലഗതാഗതത്തിന് വേണ്ടിയിട്ട് അവരുപയോഗിച്ചു. എന്ന് വെച്ചാൽ അവർ വെള്ളത്തിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു മാർഗം അവർ കണ്ടെത്തി. എങ്ങനെ? ബൈ ടൈ അല്ലേ, ബൈ ടൈങ് ദി ലോഗ്സ് were tied together and they used for navigation, and also they used bows and arrows for hunting.
they used bows and arrows അല്ലേ, bows and arrows എന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന അമ്പും വില്ലും അല്ലേ, ദൂരെയുള്ള മൃഗങ്ങളെ to hunt the distant animals they used bows and arrows, അമ്പും വില്ലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. Then was able to hunt animals from afar by using these bows and arrows, by using the domesticated dogs അല്ലേ. ഇതിലൂടെയൊക്കെ അവരെന്തായി മാറി, they was able to hunt animals from afar അല്ലേ, ദൂരെയുള്ള മൃഗങ്ങളെയൊക്കെ വേട്ടയാടാൻ വേണ്ടി അവർക്ക് സാധിച്ചു. ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് മെസോലിത്തിക് ഏജ് വാസ് ദേ ബിഗാൻ സെറ്റിൽഡ് ലൈഫ് അല്ലേ, വ്യാപകമായിട്ടില്ല, പക്ഷേ അവരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ മെസോലിത്തിക് കാലഘട്ടത്തിൽ എന്തായി മാറി, ദേ ബിഗാൻ സെറ്റിൽഡ് ലൈഫ്, അവരൊരു പ്രദേശത്ത് സെറ്റിൽ ചെയ്ത് ജീവിതം ആരംഭിച്ചു. അങ്ങനെയുള്ള ഈ ഫീച്ചേഴ്സ് ഒക്കെ all these are the features of Mesolithic age. Once again, what are them? They domesticated dogs, they began to exchange food, ornaments and tools etc, and logs were tied together and used for navigation, and bows and arrows used for hunting, and they was able to hunt animals from afar, and also they began settled life. These are the main features of the Mesolithic people. And like the above age, ഈ പീരിയഡിലെയും ചില എവിഡൻസുകൾ കിട്ടുന്നത് ചില പ്രത്യേക പ്രദേശങ്ങളിൽ നിന്ന് അല്ലേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആൾക്കാരെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചുള്ള പല വിവരങ്ങളും പല തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ദി ഏജ് ഓഫ് ഡിസ്കവേർഡ് ഫ്രം വേരിയസ് കൺട്രീസ് ഇൻ യൂറോപ്പ് ആൻഡ് വെസ്റ്റ് ഏഷ്യ. ഇൻ ഇന്ത്യ ഓൾസോ some of the evidences are found out from Bagar in Rajasthan and Adamgarh in Madhya Pradesh. മധ്യപ്രദേശിലുള്ള ആദംഗർ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും അതുപോലെ രാജസ്ഥാനിലെ ബാഗറിൽ നിന്നും ഈ മെസോലിത്തിക് പീരീഡിലെ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ശേഷിപ്പുകൾ കിട്ടിയിട്ടുണ്ട്, ഡിസ്കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില പ്രദേശങ്ങളിൽ നിന്ന് എന്തായിട്ടുണ്ട്, ഈ മെസോലിത്തിക് പീരീഡിൽ ആൾക്കാരുടെ ശേഷിപ്പുകൾ ലഭ്യമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായത് അങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള ഉദ്ഖനനത്തിലൂടെയാണ് ഈ വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മെസോലിത്തിക് പീപ്പിൾ. ഏറ്റവും പ്രധാനപ്പെട്ട മെസോലിത്തിക് ഏജിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ദേ യൂസ്ഡ് ഓർ ദി ടൂൾസ് വേർ ദി സ്മോൾ സ്റ്റോൺസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ്. അതാണ് അല്ലേ, സ്മോൾ സ്റ്റോൺസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് അല്ലേ, ചെറിയ കൂർത്ത ശിലകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ദേ യൂസ് ദീസ് ടൈപ്പ് ഓഫ് ടൂൾസ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ് അല്ലേ. എന്തിനൊക്കെയാണ്? ടു ത്രോ അവേ ദി ഡിസ്റ്റന്റ് അനിമൽസ്, ടു പീൽ ദി സ്കിൻ ഓഫ് ദി 100 അനിമൽസ് അല്ലേ. അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവരിത് ഉപയോഗിച്ചു. ആൻഡ് ദി മെയിൻ ഫീച്ചേഴ്സ് we already discussed them. They domesticated dogs, they began to exchange food, then എന്താ പറയുക, ഈ ornaments, tools etc, and logs were tied together and used for navigation, and they used bows and arrows for hunting, and by using these bows and arrows they was able to hunt animals from afar, and they began settled life. And this is the Paleolithic. These are the features of the Mesolithic people. Then we are going to discuss the next one, Neolithic age. ഇതിനെ തുടർന്ന് Neolithic age. Paleolithic age we already discussed. Then the last one is Neolithic age. In the Stone Age inde kootathil Stone Age we can classify into 3: Paleolithic, Mesolithic and Neolithic age. This is the last one, Neolithic age. And we have discussed the changes in human life during the Mesolithic age. In the period subsequent to the Mesolithic age, man began to use polished
ടൂൾസ്. വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇത് അല്ലേ. പോളിഷ്ഡ് ടൂൾസ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. ഇവിടെ നിയോലിത്തിക് ഏജ്. നേരത്തെ റഫ് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തിരുന്നു എവിടെ, ഏത് കാലഘട്ടത്തിൽ? ഇൻ ദി പാലിയോലിത്തിക് പീരീഡ്. അത് പിന്നീട് എന്തായി മാറി? അത് മെസോലിത്തിക് ഏജിലേക്ക് എത്തിയപ്പോഴേക്ക് എങ്ങനെയുള്ള ടൂൾസാണ്? സ്മോൾ സ്റ്റോൺസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ് അല്ലേ. ദെൻ അഗെയിൻ അത് നിയോലിത്തിക് ഏജിലേക്ക് എത്തുമ്പോൾ മാൻ ബിഗാൻ ടു യൂസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് അല്ലേ. മിനുസപ്പെടുത്തിയ കല്ല്, ശിലകളാൽ നിർമ്മിതമായ മിനുസപ്പെടുത്തിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ദിസ് വാസ് ദി മെയിൻ ഫീച്ചർ. ആൻഡ് അതുകൊണ്ട് തന്നെ ദിസ് പീരീഡ് ഈസ് കോൾഡ് നിയോലിത്തിക് ഏജ് അല്ലേ, നവീന ശിലായുഗം. Neolithic age. And one of the most important feature of this age is they used polished stone tools. Then another important feature of this period was they began കൾട്ടിവേഷൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. എന്താ? ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ. എന്താണ്? കൃഷി ആരംഭിച്ചു. നേരത്തെ അങ്ങനെ ഇല്ല. നേരത്തെ എന്താണ്? ഹണ്ടിങ് വാസ് ദി മെയിൻ ജോബ് ഓഫ് ദി ഏർലിയർ പീപ്പിൾ അല്ലേ. ഹണ്ടിങ് ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. നിയോലിത്തിക് ഏജിലേക്ക് എത്തുമ്പോൾ അവരുപയോഗിച്ച ടൂൾസിൽ എന്തായി? ടൂൾസ് കുറച്ചും കൂടി എക്യൂപ്ഡ് ആയി അല്ലേ. കുറച്ചുകൂടി പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ്. കുറച്ചുകൂടി നല്ല ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് എന്തായി മാറി? വലിയ പ്രോഗ്രസ് ഉണ്ടാകുന്നു അല്ലേ. ബിഗ് പ്രോഗ്രസ് ടേക്സ് പ്ലേസ് ഇൻ ദിസ് നിയോലിത്തിക് ഏജ്. എന്തായിരുന്നു അത്? ദേ ബിഗാൻ കൾട്ടിവേഷൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ തുടങ്ങി ഈ മനുഷ്യർ. അപ്പോൾ എന്തായി മാറി? അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് എന്താ? ഇതാണ് ചേഞ്ച്. എന്താണ്? ദി ചേഞ്ച് ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്, ഈസ് എ ലാൻഡ് മാർക്ക് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ലൈഫ്. എന്തിൽ നിന്ന്? ഫ്രം ഫുഡ് ഗാദറിംഗ് ടു എന്തിലേക്ക് പോയി? ഫുഡ് പ്രൊഡക്ഷൻ അല്ലേ. നേരത്തെ അതില്ല, ഫുഡ് പ്രൊഡക്ഷൻ ഇല്ല. എന്താണോ അവരുടെ മുമ്പിൽ കിട്ടുന്നത് അത് ഭക്ഷണമാക്കുന്ന ഒരു രീതിയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. നേരെ മറിച്ച് ഇങ്ങോട്ട് when they reaches to this Neolithic age എന്തായി മാറി? ഫുഡ് ഗാദറിങ്ങിൽ നിന്ന് എന്തിലേക്ക് പോയി? ഫുഡ് ഗാദറിങ്ങളിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലേക്ക് പോയി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ. എന്താണ്? ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ. ആൻഡ് ഓൾസോ ബിസൈഡ്സ് ദിസ് കൾട്ടിവേഷൻ അവരുടെ മറ്റൊരു പ്രത്യേകത, ദേ ബിഗാൻ ടു റിയർ ദി ആനിമൽസ്. ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ദി ആനിമൽസ് ഓർ ദേ കാറ്റിൽ റിയറിങ് ഓർ ആനിമൽ റിയറിങ്. എന്താ ആനിമൽ റിയറിങ് അല്ലേ? മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്താൻ തുടങ്ങി. അത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് നിയോലിത്തിക് ഏജ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് റിയറിങ് ഓഫ് ആനിമൽസ് ഓർ ഡൊമസ്റ്റിക്കേഷൻ അല്ലേ. ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ആൻഡ് വാസ് വൺ ഓഫ് ദി അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് നിയോലിത്തിക് പീരീഡ് അല്ലേ. അപ്പോൾ ഒന്നെന്താണ്? ദേ യൂസ്ഡ് polished stone tools, beginning of cultivation, and a change from food gathering to food production, then rearing of animals, and also they began settled life അല്ലേ. ഒരു സൊസൈറ്റിയിൽ കൾട്ടിവേഷൻ വന്നതോട് കൂടിയിട്ട് they were forced to settle in a particular place. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. they forced, or these people forced to settle in a particular place. ഒരു പ്രത്യേക സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചെന്താ? കൾട്ടിവേഷൻ. ആൻഡ് ഓൾസോ ദി ആനിമൽ റിയറിങ് അല്ലേ. ഒരു പ്രദേശത്ത് തന്നെ ജീവിക്കാൻ. കാര്യം എന്താണ്? ഒരു പ്രദേശത്ത് വിളവിറക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ആ വിളവ് ഹാർവെസ്റ്റിംഗ് വരെ അവിടെ തന്നെ നിൽക്കണം അല്ലേ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. ഓൾ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് നിയോലിത്തിക് പീപ്പിൾ. ആൻഡ്
A lot of evidences discovered from different parts of the world. We know that one of the most important Neolithic center is our near our one of the our district was named Wayanad, അല്ലേ? എടക്കൽ ഫോർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോറി, എടക്കൽ ഗുഹ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ എടക്കൽ ഗുഹയിൽ പോയി നോക്കിയാൽ അവിടെ ആ എടക്കൽ ഗുഹയിലെ ആ പാറക്കെട്ടുകളിൽ വരച്ച ചിത്രങ്ങളിൽ ഈ കാലഘട്ടത്തെക്കുറിച്ച്, ഏത് കാലഘട്ടം, നിയോലിത്തിക് പീരീഡിലെ കാലഘട്ടത്തെക്കുറിച്ചുള്ള നിയോലിത്തിക് പീപ്പിൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ആ എടക്കൽ ഗുഹയിലെ പാറക്കെട്ടുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പല ചിത്രങ്ങൾ, അവരുടെ കാലത്തെ വിവരങ്ങൾ നൽകുന്ന ചിത്രങ്ങൾ ആ എടക്കൽ കേവിലെ ഈ പറയുന്ന പാറക്കെട്ടുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. വൺ ഓഫ് ദി എക്സാമ്പിൾ ഫോർ ദി ഈ നിയോലിത്തിക് കാലഘട്ടത്തിലെ വിവരങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് എടക്കൽ കേവ്. ആൻഡ് this what are the main features of this Neolithic age? Once again, one is sharpened and polished stone tools were used. Then wooden handled stone axes and sickles were used. Wooden handled stone axes, അല്ലേ? എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അവർ ഈ ചെറിയ ഈ ടൂൾസ് അവർ എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാകും? വുഡൻ ഹാൻഡിൽ സ്റ്റോൺ ആക്സസ്, അല്ലേ? മഴു അല്ലെങ്കിൽ കോടാലി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അല്ലേ? ഈ സ്റ്റോൺ ടൂൾസിൽ ചെറിയ വുഡൻ ഹാൻഡിൽസ് ഘടിപ്പിച്ച് അവരെന്ത് ചെയ്യുന്നു, ഉപയോഗിച്ചിരുന്നു. ആൻഡ് ദേ മെയ്ഡ് പോട്ട് ഓഫ് ക്ലേ, അല്ലേ? പോട്ട്സ് ഓഫ് ക്ലേ. ദേ മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ, കളിമണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ അവരുണ്ടാക്കിയിരുന്നു. ദെൻ വുഡൻ വീൽസ് വർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ടറി, അല്ലേ? ഈ ഇങ്ങനെ ഈ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കാൻ അവരെന്ത് ചെയ്തിരുന്നു? മരച്ചക്രം ഉപയോഗിച്ചിരുന്നു. റാഫ്സ് വർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. റാഫ്സ് എന്ന് പറഞ്ഞാൽ ചങ്ങാടം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ തോണികൾ, അല്ലേ? റാഫ്സ് വർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ഓർണമെന്റ്സ് വർ മെയ്ഡ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് bones. Then plowshare and spade were made of wood. എന്ന് വെച്ചാൽ എന്താ സ്പേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കൈക്കോട്ട് എന്നൊക്കെ പറയില്ലേ, അല്ലേ? അങ്ങനത്തെ കൈക്കോട്ടുകളും കലപ്പകളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു, മരം കൊണ്ടുണ്ടാക്കിയത്. ദെൻ ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹൂക്സ് were used for fishing, അല്ലേ? for fishing they used fishing hooks and harpoons, അല്ലേ? ചാട്ടുളിയും അതുപോലെ ചൂണ്ടയും ഒക്കെ അവർ ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ആൻഡ് ക്ലോത്ത്സ് വോവൺ ഔട്ട് ഓഫ് ജ്യൂട്ട് ഫൈബേഴ്സ് വർ സ്യൂവൺ യൂസിങ് നീഡിൽസ് ഫാഷൻഡ് ഫ്രം ബോൺസ്, അല്ലേ? എല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട സൂചികൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ പറയുന്ന ജ്യൂട്ടുകൾ തുന്നിപ്പിടിപ്പിച്ച് അവരെന്ത് ചെയ്തിരുന്നു? വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ പറയുന്ന ആർക്കുണ്ടായിരുന്നു? ഈ നിയോലിത്തിക് പീപ്പിൾസ് അല്ലെങ്കിൽ നിയോലിത്തിക് ഏജിലെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു അവരുടെ ജീവിതം എന്ന് പറയുന്നത്. നേരത്തെ ഉള്ളതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഈ പറഞ്ഞ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ദേ ബിഗൻ കൾട്ടിവേഷൻ. ദെൻ തേർഡ് ദേ റിയേർഡ് ആനിമൽസ്, അല്ലേ? അതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ആൻഡ് നിങ്ങൾക്കിപ്പോൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പീരീഡിനെ കുറിച്ച്, ഈ രണ്ട് പീരീഡിനെ, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക് പീരീഡിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും, അല്ലേ? ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു കൺക്ലൂഡ് ടുഡേയ്സ് class. We'll meet next class. Okay, thank you.